ഇനി കോട്ടയത്തേക്കാണ്. അവിടെ 4ാം ജയം ലക്ഷ്യമിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇറങ്ങുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ തിരുവഞ്ചൂരിന്റെ പോസ്റ്ററുകൾ നിറഞ്ഞു. ഇന്ന് വൈകിട്ട് റോഡ് ഷോയും ഒരുക്കിയിട്ടുണ്ട്. ഇക്കുറി UDF മന്ത്രിസഭ ഉറപ്പാണെന്ന് തിരുവഞ്ചൂർ മീഡിയ വണിനോട് പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ല, എങ്കിലും പോസ്റ്ററുകളൊക്കെ നഗരത്തിൽ നിറഞ്ഞു. 4ാം അംഗത്തിൽ ഇറങ്ങുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്ത്? എനിക്കത് മാത്രമല്ല, കേരളത്തിൽ ഞങ്ങൾക്ക് സമ്പൂർണ്ണ ആത്മവിശ്വാസമാണ്. കാരണം കേരളത്തിൽ ഞങ്ങളൊരു ഭരണമാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ വിഷമങ്ങളുണ്ട്, അവരുടേതായ കാര്യങ്ങളുമുണ്ട്. ഈ ഗവൺമെൻറ് ആ കാര്യത്തിലൊക്കെ എടുത്തിരിക്കുന്നത് വെറും ഏകപക്ഷീയമായ നടപടികളാണ്. ആ നടപടികളോട് യോജിക്കാത്ത കേരള ജനസമൂഹമുണ്ട്. അതാണ് മഹാഭൂരിപക്ഷവും. അതാണ് നമ്മളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിഴലിച്ചിട്ടുള്ളത്. അത് നിശ്ചയമായിട്ടും ഈ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ ഇഷ്യൂ ഡെവലപ്പ് ചെയ്ത് കാണിക്കുക, ആ ഇഷ്യൂ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പ്രഖ്യാപനം വന്നാൽ സ്വിച്ചിട്ട പോലെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് കടക്കുകയാണ് അല്ലേ? ആണല്ലോ. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇലക്ഷൻ ക്യാമ്പയിനിലെ ഡേറ്റ് വളരെ കുറവല്ലേ. പോളിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ വരാൻ പോകുന്ന ഡേറ്റ് വളരെ കുറവല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് പോവുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ തന്നെ ബാധകമാണ്. ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ബാധകമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇങ്ങനെ നാട്ടിലുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നീങ്ങല്ലേ. ആ ജനകീയ പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ വൈകുന്നത് പൊതുവെ സിറ്റിംഗ് MLA-മാരുടെ അല്ല, മറ്റെല്ലാം വൈകുന്നതൊരു ആശങ്കയുണ്ടോ? അത് വേഗത്തിലുണ്ടാവും, ഇന്നോ നാളെ ഉണ്ടാവും? അതൊക്കെ ക്വസ്റ്റ്യൻ ഓഫ് അവേഴ്സല്ലേ ഉള്ളൂ. ഒരു തീരുമാനം എടുത്തു വരുമ്പോൾ ഓരോ പാർട്ടിക്കും അവരുടേതായ ഒരു ശീലമുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അതാണ് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദയും ഞങ്ങളുടെ ഭരണഘടനാപരമായ നടപടിയും. ആ നടപടി പൂർത്തീകരിച്ച് വരികയാണ്. ഘടകകക്ഷികളുമായിട്ടൊക്കെ ഉള്ളതെല്ലാം നാളെ കൊണ്ട് പൂർത്തിയാകും അല്ലേ? ചൊവ്വാഴ്ച ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നതാണ്. പാർട്ടി നേതാക്കന്മാർ തന്നെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളം ഒരു ഭരണമാറ്റത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങളെല്ലാവരും മഹാഭൂരിപക്ഷ ജനങ്ങളുടെ വികാരത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകും. എന്തായാലും വിജയ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. എന്തായാലും 4ാം അംഗത്തിനൊരുങ്ങുന്ന തിരുവഞ്ചൂർ കോട്ടയത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും, അത് UDF-ന് ഗുണകരമാകും, വലിയ മുന്നേറ്റം UDF ഉണ്ടാകും, UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് തിരുവഞ്ചൂർ പങ്കുവെക്കുന്നത്. അനന്ത് സുരേഷിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.